അപ്പോഴേ പറഞ്ഞതാണ് മുംബൈനായിട്ട് കളിച്ചാൽ നിൽക്കണ്ട. ആദ്യത്തെ ഒരു 4-5 കളിയിൽ ഞങ്ങളൊന്ന് മോശമായതല്ല, അത് ഞങ്ങളൊരു രീതിയാണ്. തോറ്റേ തുടങ്ങാറുള്ളൂ എന്നുള്ളത്. ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ. ഇപ്പം എന്തായി? വലിയ വർത്താനം. എന്ത് GT? നിങ്ങളാകെ ഒരു കപ്പെടുത്ത് ഒരു ഫൈനലെത്തി. ആരായിരുന്നു അന്ന് ക്യാപ്റ്റൻ? ഞങ്ങളെ പാണ്ഡ്യ. ഞങ്ങളെ തന്നത് 2 സീസൺ നിങ്ങൾക്ക് തന്നത്. അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒന്നുമില്ല. എന്ത് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരോ? നിങ്ങളെ കൊണ്ട് നിങ്ങളെ ടീമിന് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. പ്രിൻസ് ഒറ്റ റണ്ണ് പ്രിൻസ്. അല്ല, വെറുതെ എല്ലാം കൂടി കൊട്ടിപ്പെട്ടിന് വീണിട്ടൊന്നുമില്ലല്ലോ. പൊരുതിയില്ലേ? ഓ, എന്ത് പൊതിർന്ന്. നമ്മളെ നാട്ടിലിങ്ങനെ ഈ മഴ പെയ്ത് ഇങ്ങനെ കുതിരൂലേ, അത് ഞങ്ങളൊക്കെ ഇവിടൊക്കെ പറയും പൊതിരാന്ന് പറയും. പൊതിരായിരുന്നു. കാരണം എന്താ വെച്ചാല് പൊരുതില്ല, പൊതിര. അതിന്റെ കാരണം എന്താ അറിയോ? നല്ല ഡ്യൂ ആയിട്ട് നനഞ്ഞിന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് അടിച്ചാൽ കുറച്ചൊരു സുഖം ഉണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ ജയിച്ചില്ല എന്നുള്ളതാണ്. പറ്റൂലേ? കാരണം ബൂമറൊക്കെ വന്നിട്ട് ഈ തുപ്പല്ലേ പോണേ. ടീമിന്ന് ബട്ട്ലർ പോയതുകൊണ്ടല്ലേ? ബട്ട്ലർ പോയി, ഞങ്ങൾക്ക് റിക്കിൾട്ടൺ പോയി, ബിൽ ജാക്സ് പോയി. നിങ്ങൾക്ക് പകരം കൊടുന്ന് ജോണി ബി ഇന്നലെ വരും അറിഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു ആക്കലേന്ന്. ഫോമില്ലാത്തോ എല്ലാരും കൂടിയാണ് ഫോമായി. ഇറങ്ങിയിട്ടാണ് തച്ചി. ആ പ്രസിദ്ധ കൃഷ്ണ വലിയ ബൗളറാണെന്ന് പറഞ്ഞ് വന്നേക്ക. 26 കൊടുത്ത്, 26. പിന്നെ ഞങ്ങളെ ഹിറ്റ്മാന്റെ ഒരു 10. അതാണ് ഹിറ്റ്മാൻ. പ്രധാന കളികൾ വന്നാൽ ഹിറ്റ്മാൻ ആയിരിക്കും. സിക്സറുകൾ ടീമിന്റെ മോശം ക്യാച്ച് ഇട്ടുകൊണ്ടാണ്. നിങ്ങളെ പോരായ്മ. കീപ്പർ ക്യാച്ച് ഇട്ടില്ലേ? നിങ്ങളെ പോരായ്മ. വെറും ലെക്ക് മാത്രം. അതേപോലെ ലെക്കിലാണ് നിങ്ങൾക്ക് ബാറ്റ്സ്മാന്റെ വിക്കറ്റും കിട്ടിയത്. മറ്റോ കൈകൊണ്ട് ചാടിയപ്പോ തട്ടിയിട്ട് പൊന്തിയിട്ട് അപ്പുറത്ത് പിടിച്ചു. അപ്പോ നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമ്പോ ക്യാച്ച് വിടുമ്പോ ലെക്കില്ല അല്ലേ? പിന്നെ ലെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ ലെക്ക്. പ്രധാന കളിയിൽ നിങ്ങളെ ഹിറ്റ്മാൻ വരണ്ട അങ്ങനെ തന്നെയാണ്. ഹിറ്റ്മാൻ അറിയാം പ്രധാന കളികൾ എങ്ങനെ കളിച്ചണം. 81 റൺസ് അടിച്ചു. പ്ലെയർ ഓഫ് ദി മാച്ച് കീപ്പറൊക്കെ ക്യാച്ചിട്ട് ഇനിയിപ്പോ ഒന്നും പറയാനില്ല. ചെയ്യാ നിങ്ങളെ കൊണ്ടാവൂലെന്ന് ആദ്യം പറഞ്ഞു. ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാര്യമാണത്. ആ ടോപ്പ് 3 ആയിരുന്നു നിങ്ങളത്. അതായത് നമ്മളെ സായ് സുദർശനും ഗില്ലും ബട്ട്ലറും. ഈ ടീം നോക്കിയിട്ട് കാര്യമില്ല അറിഞ്ഞ് മൂപ്പർക്ക് മനസ്സിലായി ഇത് എവിടെ എത്തൂലാന്ന്. മൂപ്പർ വേഗം നാട്ടിൽ പോയി അവിടെ കളിച്ചാൽ ഇന്റർനാഷണൽ ഡ്യൂട്ടി. ഗില്ലിനെ കൊണ്ട് ഒക്കൂലാന്ന് കണ്ട് ഗില്ലായി തന്നെ കയറിപ്പോയി. ആ പാവൻ സുദർശൻ അവിടെ കിടന്ന് കണ്ട് കൊറേ വന്നതുകൊണ്ട് ബുംറയൊന്നും ഞങ്ങളുടെ ടീമിലുള്ള ആളല്ലേ. ബൗൾഡായി കണ്ടാണ് വലിയ കളി എന്ന് പറഞ്ഞത്. ഞാൻ സംഭവം അടിച്ചൊക്കെ ചെയ്തിരിക്കണേ. പക്ഷെ പ്രഷർ വന്നപ്പോ വാഷിംഗ്ടൺ സുന്ദർ വരെയെന്ന വാഷിംഗ്ടൺ സുന്ദർ ഇപ്പൊ മര്യാദ കളിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടെത്ത കാര്യം ബൗൾഡാക്കി വിട്ട അവൻ നിലത്ത് വീണൊക്കെ. ആ ഓർക്കർ കളിച്ചാൻ പറ്റാതെ നിലത്ത് വീണ് ബൗൾഡായി. ആകെ നാണം കെട്ടി. ഞാനിപ്പോ എല്ലാരോടും കൂടി പറയാണ്, എല്ലാ ടീമുകാരോടും കൂടി. ഇനിയിപ്പോ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് എല്ലാരോടും കൂടി പറയാം. അതാണ് എത്താണ്. അതാ പറഞ്ഞത്. എല്ലാരോടും ആദ്യം തന്നെ അവിടെ ഫൈനലിൽ കയറി നിൽക്കണവരും പിന്നെ കുറച്ച് ആൾക്കാർ തോറ്റുകാണ്ട് പോടെ വന്നുകാണ്ട് നിൽക്കണവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാണ്, ഈ ടീം ദൈവത്തിന്റെ പോരാളികളാണ്. 5-6 കളി തോറ്റ വെച്ചാണ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാരും മാച്ച് വിന്നേഴ്സ് ആണ്. ഒന്നിനൊന്ന് മെച്ചാണ്. മുട്ടേണ്ട മക്കളെ നിങ്ങൾ മുട്ടും.